നോമിനേഷൻസ് കഴിഞ്ഞ പാട് തന്നെ അനുവിന്റെ മുഖമൊക്കെ ആകെ കൂടെ ഇതായിട്ട് കരയാനൊക്കെ തുടങ്ങി. എന്താ സംഭവം എന്നറിയില്ല. ഫുൾ മുഖം ഭയങ്കര ഗ്ലൂമി ആയിട്ട്. എന്താ വിഷമം, എന്താ പറ്റിയത്? വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാണോ, നോമിനേഷൻസിനെ കുറിച്ച് ഓർത്തിട്ടാണോ, എന്താണെന്നൊരു പിടിയില്ല. എന്തായാലും ഒരു സ്പോൺസേർഡ് ടാസ്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ വീട്ടിനകത്ത് കയറി. എന്തൊക്കെയാ പറഞ്ഞെന്നറിയണ്ടേ, എത്ര ദിവസത്തേക്കാണ് ഉണ്ടാവണമെന്ന് അറിയണ്ടേ, എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പം നോമിനേഷൻസ് കഴിഞ്ഞ പാട് അനു അവിടെ ഭയങ്കര ഒരു കരച്ചിലും ഒരു സാഡ് മൂവൊക്കെ ആയിരുന്നു, മൂടൊക്കെ ആയിരുന്നു. ഒന്ന് കരയൊക്കെ ചെയ്തു. വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് അറിയില്ല, വീട്ടിൽ നിന്ന് ആരും വരുന്നില്ലയോ എന്ന് ഓർത്തിട്ടാണെന്നും അറിയില്ല. അതിന്ന് ക്ലോസ് ആയിട്ട് കുറച്ച് എപ്പിസോഡിൽ കാണിക്കും. ഇനി നോമിനേഷൻസിൽ വന്നത് കൊണ്ടാണോ, ഒരു പിടിയുമില്ല. ഇനി നോമിനേഷൻസിൽ വിചാരിക്കാത്ത ആൾക്കാർ വന്നു, അങ്ങനെ അതുകൊണ്ടാണോ, അതും ഒരു പിടിയില്ല. കാര്യം മൊത്തത്തിലൊരു ട്വിസ്റ്റ് ആയിരുന്നല്ലോ. ഇവർ വിചാരിക്കാത്ത ആൾക്കാരെ നോമിനേഷനിൽ വന്നത്. അപ്പം അതാണോന്നൊന്നും അറിഞ്ഞുകൂടാ. മൊത്തത്തിലൊരു സാഡ് മോഡായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്പോൺസേർഡ് ടാസ്ക് വരുന്നത്. നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്പോൺസേർഡ് ടാസ്ക്കാണ് വന്നത്. അതിനകത്തൊരു റിലേ പോലെയാണ് ഇവർ ടാസ്ക് കളിക്കേണ്ടത്. ആദ്യം ഒരു പൂട്ടെടുത്തിട്ട് ചാബി എടുത്തിട്ട് പൂട്ട് തുറക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോസസ്സ്. അതിന് 4 പേരാണ് ചെയ്യേണ്ടത്. 6 പേരടങ്ങിയ 2 ടീമാണ്. അക്ബറിൻ്റെ ഒനിലുമാണ് ഇവർ ലീഡ് ചെയ്യുന്ന 2 ആൾക്കാർ. അക്ബറിൻ്റെ ടീമിൽ ബിന്നി, അക്ബർ, ആദില, ആര്യൻ, സാബുമാൻ, ലക്ഷ്മി. ഒനിലിൻ്റെ ടീമിൽ ഷാനവാസ്, നൂറ, അനു, ജിസേൽ, അനീഷ് ആൻഡ് ഒനിൽ. അനുമോളാണ് നമ്മുടെ ഇതിനകത്തുള്ള ജഡ്ജ്. അപ്പോൾ എന്തായിരുന്നാലും ഇത് 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ടാസ്ക്കാണ്. ഇടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ചൊന്ന് നീട്ടി വെച്ചു. ടാസ്ക് വളരെ കുറച്ച് പ്രയാസമുള്ള ടാസ്ക്. പ്രയാസം അങ്ങനെയല്ല, ഈ മാരുതി സുസുക്കിയുടെ ആയതുകൊണ്ട് തന്നെ ഓരോ ഘട്ടങ്ങളുണ്ട്. ഒരാൾ ആദ്യം ഇത് തുറക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. 5 ചാബി കൊടുത്തേക്കും, അതിൽ കറക്റ്റ് ചാബി എടുത്തിട്ട് വേണം പൂട്ട് തുറക്കാൻ. അത് കഴിഞ്ഞ് ഓരോ മെത്തേഡ് വളരെ സ്പീഡിൽ ചെയ്യണം, ഇല്ലെങ്കിൽ പണി പാളും. അങ്ങനെ നമ്മുടെ അക്ബറിൻ്റെ ടീമാണ് ജയിച്ചേക്കുന്നത്. അക്ബർ, ആദില, ബിന്നി, ആര്യൻ്റെ ടീമാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് അനുവിനെ ഇടയ്ക്ക് വിളിച്ചിട്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഒരു കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കവറിനകത്ത് ഈ ഗിഫ്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് അനുവാണ് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കാറിൽ ഇങ്ങനെ വെച്ച് ഗിഫ്റ്റ് തനിയെ കാറിൻ്റെ ഡിക്കി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റുകളുണ്ടായിരുന്നു. അങ്ങനെ ജയിച്ച ടീമിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പോസ് ചെയ്തു. അനു ഒറ്റയ്ക്ക് പോസ് ചെയ്തു, ബാക്കിയുള്ള ടീമുകൾ ഓരോരുത്തരായിട്ട് പോസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കുറേ നേരം അവർ ഇങ്ങനെ ടയേർഡായൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ട്രെയിനിൻ്റെ ശബ്ദം കേട്ടത്. ആദ്യത്തെ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ റെഡിയായി നിൽക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബിന്നി ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ബിന്നിയുടെ കൂടെ വേറൊരാളും കൂടെ പോയി റെഡി ആവുന്നുണ്ട്. അതാണ് നിവിൻ. നിവിനും പോയി റെഡിയായി ഭംഗിയായി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാണോ എന്തോ. അങ്ങനെ നീ എന്തിനാണ് എൻ്റെ കൂടെ ചെയ്യണതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ബിന്നി മാത്രമാണ് പുറത്തേക്ക് പോകേണ്ടത്, നമ്മുടെ ഡോറിൻ്റെ അടുത്ത്. ബാക്കി എല്ലാവരും പുറത്ത് നിൽക്കണം. അതായത് ആ ബിഗ് ബോസിൻ്റെ വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിന്നാൽ മതി. അങ്ങനെ ഒരു പൂവൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാട്ട് വരുന്നുണ്ട്. ദൂരെ ഒരു മഴവില്ലിൻ തീരാവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ പാട്ടാണേ. ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നു. ബിന്നി കരയുന്നു. അപ്പോൾ നൂബിൻ വന്നു, വാതിൽ തുറന്നു. നൂബിൻ വന്നു, ചാടിക്കേറി, എന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അവരകത്തേക്ക് വന്നു. മെലിഞ്ഞു പോയാലോടി നീ എന്ന് ചോദിച്ചത്. എന്തായാലും മെലിയുമല്ലോ. അങ്ങനെ പൂവൊക്കെ കൊടുത്തു. അകത്ത് കയറി വന്നു. അകത്ത് കയറി വന്നിട്ട് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞു, ഒരു കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും അകത്തെ കാര്യങ്ങളും ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ട് ഈ ബിന്നി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നൂബിനെ പല രീതിയിലും നിന്നോട് ചോദിക്കും, ചിലപ്പോൾ കാഷ്വൽ ടോക്കിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ നിൻ്റെ വായിൽ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ നൂബിൻ പറഞ്ഞു, നിങ്ങളെക്കാട്ടിയും കൂടുതൽ എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ 3 ദിവസത്തേക്കാണ് നൂബിൻ ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. ഒരാഴ്ചത്തേക്കൊന്നുമല്ല. മിക്കവാറും ഷൂട്ടിൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണെന്ന് അറിയില്ല, ഷൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ 3 ദിവസത്തേക്കേ ഉള്ളൂ നൂബിൻ ഇവിടെ. ഓക്കെ, അപ്പം ഇപ്പോൾ അവർ ഇന്ന് പുലാവൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നുള്ളത്. ഇന്നൊരു സംഭവബഹുലമായ എപ്പിസോഡായിരിക്കും. എല്ലാം കൊണ്ടും ഒരു നിറഞ്ഞ ഒരു എപ്പിസോഡായിരിക്കും. രാവിലെ തന്നെ ബിന്നിയും അനീഷും തമ്മിലുള്ള വഴക്ക്, അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക്, അതിനകത്ത് ആര്യൻ്റെ ഒരു ഭയങ്കര ഭീകരമായ ഒരു തോൽവി, അത് കഴിഞ്ഞ ശേഷം അനീഷും ഷാനവാസിൻ്റെ ആ ഒരു വല്ലാത്ത സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ടാസ്ക്, അനീഷിൻ്റെ ബ്രേക്ക് ഡൗൺ, അത് കഴിഞ്ഞ് അനീഷിൻ്റെ വീട്ടുകാർ വരുന്നു, അതൊരു മുഹൂർത്തം. അത് കഴിഞ്ഞ ശേഷം നേരെ നോമിനേഷൻസിലേക്ക് വരുന്നു. നോമിനേഷൻസിൽ വമ്പൻ ട്വിസ്റ്റ്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ നൂബിൻ്റെ എൻട്രിയും സ്പോൺസേർഡ് ടാസ്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമുക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.